ചാണ്ടിയുമ്മനെ കൊണ്ട് ഇപ്പോഴത്തെ ലീഡർഷിപ്പിനോട് മുട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, സതീശനെ ഏതെങ്കിലും നിലയ്ക്ക് ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾക്ക്, മറ്റ് ഗ്രൂപ്പുകാർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ കോൺഗ്രസിനകത്തില്ല. കാരണം സതീശൻ ആവർത്തിച്ചുള്ള വിജയങ്ങളുടെ ഒരു പ്രതലത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും UDFൻ്റെ മേൽക്കൈയുണ്ട്. സതീശന് വന്നതിന് ശേഷം കുറച്ചൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന നിലയ്ക്കുള്ള സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസിനകത്തൊരു ഇൻഫൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതലം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ സതീശന് വലിയൊരു പവറായി കഴിഞ്ഞു. എന്നോട് മുട്ടാൻ ആരുണ്ടെന്നൊക്കെയുള്ള സ്വരത്തിലാണ് പുള്ളി സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ എന്നോട് ആരൊക്കെ മുട്ടാൻ വരുന്നു എന്നൊരു പ്രശ്നം ഈ പ്രതികരണത്തിലൊക്കെ പ്രകടമാണ്. അല്ലെങ്കിൽ ഇത്രയും അവഗണനാ മനോഭാവത്തിലൊരു മനുഷ്യനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളതേ, കോൺഗ്രസിനകത്ത് വളരെ സജീവമായിട്ട് ഇപ്പോഴും അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും സതീശൻ വിരുദ്ധതയുടെയും ഒരു കനലാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ പാലക്കാടെങ്ങാനും തോറ്റുപോയിരുന്നെങ്കിൽ ഇതൊരു വലിയ സ്ഫോടനമായിട്ട് പൊട്ടിത്തെറിച്ചത്. അതിൽ കാത്തിരുന്ന ഒരുപാട് പേർ ഈ വിജയത്തിന് ശേഷവും ചെറിയ തോതിൽ അത് മുന്നോട്ട് വെക്കുന്നതാണ് കാണേണ്ട കാര്യം. അപ്പം ഞങ്ങളുടെ അധികാരം തിരിച്ചുപിടിക്കാനും പവറിലേക്ക് തിരിച്ചു വരാനും ഏറ്റവും അനുഗുണമായ ഒരു സാഹചര്യത്തിൽ ഒരുമയോടെ നിൽക്കുകയാണ് എന്ന് സതീശൻ പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനല്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി തരുന്നത്. VD സതീശൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും പ്രശ്നമുള്ളവர்கள் അതിനകത്തുണ്ട്. ചാണ്ടിയുമ്മനുണ്ട്. ചാണ്ടിയുമ്മൻ താരതമ്യേന ജൂനിയർ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, MLA ആണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടിയുടെ മകനെ വേദനിപ്പിക്കുന്ന ഒരു നില ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് കെ മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് വഴിയെ പോകുന്ന ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ മറുപടി പറയണം എന്നുള്ള VD സതീശൻ്റെ ക്വസ്റ്റ്യൻ. ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ CPM പോലൊരു പാർട്ടിയല്ല, പിണറായി വിജയൻ തീരുമാനിച്ചത് നടപ്പിലാക്കുന്ന പോലത്തെ പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്ത് യുവാക്കളുമായും ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുക എന്നാണ്. എന്നിട്ട് ചാണ്ടിയുമ്മൻ്റെ വിമർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വഴിയെ പോകുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മറുപടി പറയണോ? അതിനകത്തുള്ളത് എന്താണ്? അവജ്ഞ. സഹപ്രവർത്തകനായ ഒരു മനുഷ്യൻ ഉന്നയിക്കുന്ന വിമർശനത്തോടുള്ള പൂർണ്ണമായ അവജ്ഞയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾ CPM പോലല്ലാന്ന്. ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ വിമർശിക്കാൻ നീ ആയോടാ എന്ന ലൈനുണ്ടല്ലോ, അതിനാണ് ധാർഷ്ട്യമെന്ന് മലയാളത്തിൽ പറയാം. നമുക്ക് പിണറായി വിജയന് പലപ്പോഴും ഉണ്ട്, നമ്മൾ പലപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് വിമർശിച്ചിട്ടുള്ള അതേ ധാർഷ്ട്യത്തിൻ്റെ രൂപം അതിനകത്തുണ്ട്. ഇപ്പം ചാണ്ടിയുമ്മൻ്റെ വിമർശനം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ലെഗസി, അച്ഛൻ്റെ ലെഗസി, അത് ഗ്രൂപ്പിൻ്റെ ഒരു അധികാര രൂപത്തിലും തനിക്ക് കിട്ടിയില്ല എന്ന് അയാൾക്ക് വിചാരിക്കുന്നതാണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്ന അയാൾ വിചാരിക്കുന്നു, അങ്ങനെ അയാൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു പരമ്പരാവകാശിയായി മാറാൻ പാടില്ല എന്ന് ഇപ്പുറത്ത് നിൽക്കുന്നവന് വിചാരിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിനെ ഞങ്ങളുടെ കയ്യിലാണ് വേണ്ടതെന്ന് ഇപ്പോഴത്തെ നേരത്തെ സാർ പറഞ്ഞ ഷാഫി പറമ്പലിനെ പോലുള്ള VD സതീശനെ പോലുള്ള ആളുകൾ, അതിന് വേറൊരു പരമ്പരാവകാശി ഉണ്ടാകാൻ പാടില്ലെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക നിരാശ ചാണ്ടിയുമ്മന് വന്നുകൂടെ? ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചുമതലക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് എടുത്തു മാറ്റി. അതിന് തലേദിവസമല്ല മാറ്റിയത്, അതിൻ്റെ പിറ്റേന്നുമല്ല, ആ ദിവസമാണ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നത്. എന്തിനായിരുന്നു? ഇപ്പം നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ കാലാവധി തീർന്നുകൊണ്ട് മാറ്റുകയാണ്, നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്യൂ കൊണ്ട് മാറ്റുകയാണെന്ന് ചാണ്ടിയുമ്മനുമായിട്ട് ഒരു ഡിസ്കഷനും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി പോട്ടെ, എല്ലാവർക്കും എല്ലാ കാലത്തും ദീർഘകാലം ഒരു പദവിയിലും ഇരിക്കാൻ കഴിയില്ല എന്ന പൊതുസിദ്ധാന്തം അവതരിപ്പിച്ചിട്ടാണ് ചാണ്ടിയുമ്മനെ മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതൊക്കെ പദവിയിലിരുന്ന ആളുകളെ ദീർഘകാലമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്? മാറ്റിയത് ഇയാളെ മാത്രമാണ്. ദേശീയ നേതൃത്വം ചാണ്ടിയുമ്മനെ മാത്രം പിക്ക് ചെയ്ത് മാറ്റുന്നതാണ്. അതിവിടെ നിന്നുള്ള ഇൻപുട്ട് പരിഗണിച്ചിട്ടില്ലേ മാറ്റുന്നത്? അപ്പം തന്നെ ആരോ പണിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്കുണ്ടാവുന്ന ഒരു അതൃപ്തി അയാൾ പ്രകടമാക്കുകയാണ്. താൻ അച്ഛൻ്റെ പിന്മുറക്കാരനായ ഒരു മണ്ഡലത്തിൽ മാത്രം നിന്നാൽ മതി, അച്ഛൻ്റെ പിന്മുറക്കാരനായി പാർട്ടിയിലാകമേയും വലുതാവുന്നതിനുള്ള ആഗ്രഹിക്കാത്ത ആളുകൾ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ട് ആൾ സംശയിക്കുന്നുണ്ടാവല്ലോ. ആ പ്രശ്നമാണ് അയാൾ ഉന്നയിക്കുന്നത്. ആ പ്രശ്നത്തെ സമ്പൂർണ്ണമായ അവജ്ഞയുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാൾ ഞങ്ങൾ CPM പോലെ ഒരു ഏകശിലാത്മകമായ പാർട്ടിയല്ല എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. രേഷ്മ പറഞ്ഞ ഒരു കാര്യം, ചാണ്ടിയുമ്മനെ കൊണ്ട് ഇപ്പോഴത്തെ ലീഡർഷിപ്പിനോട് മുട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, സതീശനെ ഏതെങ്കിലും നിലയ്ക്ക് ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾക്ക്, മറ്റ് ഗ്രൂപ്പുകാർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ കോൺഗ്രസിനകത്തില്ല. കാരണം സതീശൻ ആവർത്തിച്ചുള്ള വിജയങ്ങളുടെ ഒരു പ്രതലത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും UDFൻ്റെ മേൽക്കൈയുണ്ട്. സതീശന് വന്നതിന് ശേഷം കുറച്ചൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന നിലയ്ക്കുള്ള സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസിനകത്തൊരു ഇൻഫൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതലം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ സുധാകരന് തന്നെ പറ്റുന്നില്ല. വീക്കാണ്. ഈ ചാണ്ടിയുമ്മനെ മുട്ടാൻ പറ്റിയില്ലെങ്കിൽ ചാണ്ടിയുമ്മനെ തട്ടാൻ പറ്റുമോ? അല്ല, ചാണ്ടിയുമ്മനെ ഇപ്പോൾ വേഗത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ നിലനിൽക്കാൻ പറ്റിയേക്കും. അതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ
ഒന്നാമത് കോൺഗ്രസ് നിരന്തരമായ അധികാര നഷ്ടത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് ഫൈറ്റിനൊന്നും ആണികളുടെ പ്രാദേശിക നേതാക്കളുടെ രണ്ടാം നിരക്കാരുടെ പിന്തുണ കിട്ടുക പ്രയാസമാണ്. നമ്മളെങ്ങനെയും അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിച്ച ആളുകൾ നോക്കൂ, അന്ന് രണ്ടാമത്തെ പരാജയത്തിന് ശേഷം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആഗ്രഹിച്ചിരുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണോ. അവർ രണ്ടുപേരും അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ള MLA-മാരോട് വി ഡി സതീശൻ്റെ പേരിനെ എതിർക്കണം ദേശീയ നേതൃത്വത്തോടൊന്നും ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ ഒപ്പം ആളുകൾ തന്നെ വി ഡി സതീശൻ പുതിയ നേതൃത്വം വരണം, അല്ലാതെ നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു അധികാരത്തിലേക്കുള്ള പോക്കിനെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇൻഫൈറ്റുകൾ ഒഴിവാക്കണമെന്ന അഭിപ്രായം അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് ഈ അകത്ത് ഗ്രൂപ്പ് യൂത്ത് നടത്തുന്നവർക്ക് ഇപ്പം മൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള സമയമാണ്. ആ പ്രയാസത്തിൻ്റെ കൂടെ ചാണ്ടി ഉമ്മൻ കൂടി വന്നു നിന്നാൽ പോകാൻ പറ്റില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ അയാളുടെ ഞാൻ വിചാരിക്കുന്ന നിഷ്കളങ്കമായുള്ള പ്രശ്നം അയാൾ പ്രകടിപ്പിക്കുകയാണ്. അതത്രേ ഉള്ളൂ. സതീശന് അറിയാം ഇങ്ങനെ പുച്ഛിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല. അയാൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അയാളുടെ പിന്നിൽ അണിനിരക്കാൻ ചില ആളുകൾ വളരെ ഇൻവിസിബിളായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നിലവിൽ വലിയ ഭാവിയുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യമാണ്. ഇനിയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഉണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ വർഷങ്ങളുണ്ട്. 26-ലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു പാരമ്പര്യമൊന്നും ഇല്ലാത്ത പാർട്ടിയാണ്. അതിനകത്ത് എപ്പോഴും വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറിമറിയാം, പുതിയ താരോദയങ്ങൾ, അട്ടിമറികൾ ഉണ്ടാവാം. അതുകൊണ്ട് ആ റിസ്കിനെ എപ്പോഴും ഭയപ്പെടുന്നു സതീശൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം സംഗതികളിൽ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ഞങ്ങളെല്ലാം ഓക്കെയാണെന്ന് പറയുമ്പോഴും അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനാവുന്നത് അതുകൊണ്ടാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ സതീശൻ സുശക്തനാണ്, കരുത്തനാണ്. ഇനിയുള്ള സമയത്ത് അത് എങ്ങനെയാണ് മാറി മറിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കണ്ട കാര്യമാണ്.